ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ വഴിപിഴച്ചു പോയി, ഞാൻ പലവിധ തെറ്റുകൾ നിന്നോട് ചെയ്തു പോയി, പുറത്തു തരണം റബ്ബേ. ഇലാഹി യുനാദി, ഖേദിച്ചുകൊണ്ട് ആത്മാവ് വിളിക്കുകയാണ് റബ്ബിനെ. യുനാദി യുനാജി യാ ഖാലിഖി, എന്റെ സൃഷ്ടികർത്താവേ, എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥ, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു ഞാൻ. ഗഫർതു വസലൽതു ഫഅൈനൽ മഫർ, എവിടേക്കാണ് എനിക്കൊരു അഭയകേന്ദ്രം, എവിടെയാണ് ഞാൻ ഒടിയൊളിക്കേണ്ടത്? ഈ കാലുഷികമായ ലോകത്ത് മനുഷ്യൻ എന്തുകൊണ്ടും റബ്ബിലേക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്, അവനിലേക്ക് തേടേണ്ട തേട്ടമാണ്, അവനിലേക്ക് മടങ്ങേണ്ട സമയമാണ്. ഗഫർതു വസലൽതു ആധുനികമായ കാലഘട്ടത്തിൽ, കലുഷിതമായ അന്തരീക്ഷത്തിൽ, വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മുഅ്മിനിന്റെയും ചുണ്ടിൽ വേണ്ടുന്ന പ്രാർത്ഥനയാണിത്. യുനാദി യുനാജി, മരണപ്പെട്ടു പോയ ആത്മാവ് റബ്ബിനെ വിളിച്ചുകൊണ്ട് കേഴുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ സൃഷ്ടികർത്താവേ, എന്നെ പരിപാലിച്ചുകൊണ്ട് എനിക്ക് വേണ്ടുന്നത് മുഴുവനും സംവിധാനിച്ചു വെച്ച റഹ്മാനെ, കാരുണ്യവാനായ നാഥ, നിന്നിലേക്ക് എന്റെ കരങ്ങളെ ഞാൻ ഉയർത്തുന്നു. ഞാൻ പാപിയാണ്, ദോഷിയാണ് റബ്ബേ. ഗഫർതു വസലൽതു ഫഅൈനൽ മഫർ, നിന്റെ അദാബിനെ തൊട്ട് എവിടെയാണ് ഞാൻ ഓടിയൊളിക്കുക റബ്ബേ? നിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷയില്ലല്ലോ റഹ്മാനെ. ഞാൻ എവിടെയാണ് ഓടുക? എവിടെ ഓടിയാലും അവിടെ മുഴുവനും നിന്റെ നോട്ടമുണ്ടല്ലോ, നിന്റെ കരസ്പർശമുണ്ടല്ലോ. എവിടേക്കാണ് ഞാൻ ഓടുക? ശാസ്ത്രലോകം വരെ സർ ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം വരെ പറയുന്നു, ഞാൻ എന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവനും, എന്റെ നിരീക്ഷണങ്ങളിൽ മുഴുവനും ദൈവിക സ്പന്ദനം കാണുന്നു, ദൈവികത്തിന്റെ ഒരു കണിക കാണുന്നു. ദൈവത്തിന്റെ സ്പർശമില്ലാതെ എന്റെ ഒരു പഠനങ്ങളും ഞാൻ വെച്ചിട്ടില്ല. ഐസക് ന്യൂട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. എന്റെ ദൈവത്തിന്റെ ഒരു കണമല്ലാതെ, അവന്റെ ഒരു സ്പർശനമില്ലാതെ എന്റെ ഒരു ചലനവും മുന്നോട്ട് പോയിട്ടില്ല. ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇന്നും ശാസ്ത്രലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഡാർവിൻ. ഇന്നും ശാസ്ത്രം അംഗീകരിക്കാത്ത ഒരു സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. അതിന്റെ ഉപജ്ഞാതാവായ ഡാർവിൻ പോലും പറഞ്ഞു, എന്റെ നിരീക്ഷണങ്ങളും എന്റെ പരീക്ഷണങ്ങളും സർവ്വതും അതിൽ ദൈവത്തിന്റെ ഒരു കരസ്പർശം ഞാൻ കണ്ടുപോയി. ദ പ്രസൻസ് ഓഫ് ദി ഡിവൈൻ ഹാൻഡ്, ദൈവത്തിന്റെ ഒരു സ്പർശം എന്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ കണ്ടുപോയി. അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് മടങ്ങാതെ, അല്ലാഹുവിങ്കലേക്ക് തിരിക്കാതെ എന്റെ ജീവിതത്തിൽ ഇനി ഒരു നിലനിൽപ്പില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ കവി നമ്മെ പഠിപ്പിക്കുകയാണ്. ഗഫർതു വസലൽതു ഫഅൈനൽ മഫർ, അതല്ലേ അല്ലാഹുവിങ്കലേക്കുള്ള സ്നേഹം ഓരോ മുഅ്മിനിനും വേണം. അതവന്റെ ജീവിതത്തിൽ മുഴുവനും കിട്ടുന്ന ഏറ്റവും വലിയ വരദാനമാണ്. മുഅ്മിനായ മനുഷ്യ, നീ അല്ലാഹുവിലേക്ക് മടങ്ങുക. അവന്റെ മുഴുവൻ കാര്യങ്ങളിലേക്കും, അവനെ പുകഴ്ത്തുന്നതിലേക്കും, അവന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിലേക്കും മടങ്ങുക. ഈ സദസ്സ് എന്തുകൊണ്ടും ധന്യമാണ്, ഇവിടെ വന്നവർക്ക് എന്തുകൊണ്ടും പുണ്യമാണ്.
സത്യമാണ്. കാരണം അവർ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് മറ്റാരെ കുറിച്ചും പറയാനല്ല. ഇതൊരു പരദൂഷണത്തിന്റെ സദസ്സല്ല, ഇതൊരു ഏഷണിയുടെ സദസ്സല്ല, ഇത് കളവ് പറയുന്ന വേദിയല്ല, ഇതൊരു രാഷ്ട്രീയ പേരകമായി ഒരുമിച്ച് കൂട്ടിയ വേദിയല്ല. ഇവിടെ പറയുന്നതും ഇവിടെ ചിന്തിക്കുന്നതും ഇവിടെ ഒരേ ഒരു ചിന്ത മാത്രമാണ്, ഇവിടെ ഒരേ ഒരു വാക്ക് മാത്രമാണ്, ഒരേ ഒരു മന്ത്രം മാത്രമാണ്. കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ മനുഷ്യൻ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ടുപോവാ. അവൻ